ഒരു ആൾ വലുതായി ഒരു 22 വയസ്സ് 30 വയസ്സാകുമ്പോഴത്തേക്ക് അയാളുടെ ഗ്രാനിലയിലെ ഏത് ദശാകാലം, ആ ദശാകാലത്തിലെ അപഹാരം ആരുടെ, അത് വെച്ചിട്ട് കൂടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇതിൽ പറയുന്നത് ശരിക്കും അരാശിനാഥൻ ആരാ, അതിൽ ആരുടെ അപഹാരം, അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ആ മൂർത്തികളെ കൂടി നമ്മൾ ജപിക്കും. അപ്പോൾ ഓരോ ഉപാസന ചെയ്യേണ്ട മൂർത്തികൾ ഓരോ ദേവന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ ആ ദശാസന്ധിയിൽ ആരുടെയാണോ അപഹാരം വരുന്നത് അതുകൂടി ജപിക്കാം. മന്ദൻ, അതായത് മന്ദം നടക്കുന്നവൻ 19 വർഷമാണ്. ഈ എള്ളുതിരി കത്തിച്ച് വെച്ചിട്ട് ഓടുന്നവരുണ്ട്. അങ്ങനെ പോകരുത് ഒരിക്കലും. എള്ളുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഭക്തൻ. അവനെ അല്ലെങ്കിൽ അവളെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇത് ദേവി ഉപാസനയുണ്ട്, ഇത് അവൻ്റെ കാര്യമാണ് നോക്കണത്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷിയായ ശ്രീമതി രാജലക്ഷ്മി ഉണ്ണികൃഷ്ണനാണ്. മാഡം നമസ്കാരം. ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ഉപാസനാമൂർത്തികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ ഉദാഹരണം രോഹിണി നക്ഷത്രം ഇടവൻ്റെ രാശിയിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ശുക്രൻ്റെ രാശിയാണ്. ദേവിയെ നമുക്ക് ഉപാസിക്കാം, ദേവിയെ ഉപാസിക്കാം. പക്ഷേ രോഹിണി കൃഷ്ണന്റെ നക്ഷത്രമാണ്. കൃഷ്ണനെ ഉപാസിക്കാം, കൃഷ്ണൻ ഭഗവാനെ ഉപാസിക്കാം, ദേവിയെ ഉപാസിക്കാം. ഇതിലൊക്കെ പരം നമ്മളെപ്പോഴും ഒരാളെ മാത്രമല്ല, അതിൽ ഈ നമ്മളെ ജനിച്ച ജന്മനക്ഷത്രം വച്ചിട്ടുള്ള ദൈവത്തെ നമുക്ക് ഉപാസിക്കാം. അതുപോലെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരു ആൾ വലുതായി ഒരു 22 വയസ്സ് 30 വയസ്സാകുമ്പോഴത്തേക്ക് അയാളുടെ ഗ്രാനിലയിലെ ഏത് ദശാകാലം, ആ ദശാകാലത്തിലെ അപഹാരം ആരുടെ, അത് വെച്ചിട്ട് കൂടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇപ്പൊ ശുക്രദശയാണെന്ന് വെച്ചോ, ആ ശുക്രദശയിൽ വ്യാഴത്തിന്റെ അപഹാരം. അപ്പൊ ആരെയൊക്കെ പ്രാർത്ഥിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കാം. ശുക്രനെയും ദുർഗാദേവിയെയും കൃഷ്ണനെയും അല്ലെങ്കിൽ പാർവതി ദേവിയെയും കൃഷ്ണനെയും പ്രാർത്ഥിക്കാം. അപ്പോൾ കൃഷ്ണന്റെ നാമങ്ങളായ ഓം നമോ ഭഗവതേ വാസുദേവായ മൂലമന്ത്രം, ഓം നമോ നാരായണായ ജപിക്കാം. ദേവിയുടെ ഓം ദുർഗാദേവി ശരണമഹം പ്രപദ്യേ ജപിക്കാം. പാർവതി ദേവിയുടെ നമ പാർവതീപതേ ഹരഹര മഹാദേവ ജപിക്കാം. ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും അമ്മേ നാരായണ ജപിക്കാം. ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ശരിക്കും അരാശിനാഥൻ ആരാ, അതിൽ ആരുടെ അപഹാരം, അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ആ മൂർത്തികളെ കൂടി നമ്മൾ ജപിക്കും. അതാണ് നമ്മൾ ജ്യോതിഷത്തിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള പരിഹാരത്തിന് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ നിങ്ങളൊരു നവഗ്രഹ പൂജ ചെയ്താൽ മതി. ഏത് ഇപ്പോൾ ഇവരോട് പറയണേ ശുക്രനും വ്യാഴവുമാണ്. ഇവർ പോയി ശുക്രനും വ്യാഴത്തിനും ചെയ്യുമ്പോഴായിരിക്കും ഇവരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വേറൊരു ഗ്രഹം അതിൽ വരുന്നത്. അപ്പോൾ എന്തോ ചെയ്യും? അതെ, ആ ഗ്രഹത്തിനെ കൂടി പ്രാർത്ഥിക്കാനോ ആ ഗ്രഹത്തിനോട് ചെയ്യാനോ നമ്മൾ പറയാൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണത് നിങ്ങളുടെ ഉപാസന ചെയ്യേണ്ടത് ഇന്നയാളാണ്. ഉപാസന ഇല്ലാത്ത ആൾക്കാരാണ്. മന്ത്രങ്ങൾ ചെയ്യുന്നത് ഇന്ന രീതിയിലാണ്. ഇപ്പം ശിവനെ ജപിക്കേണ്ടവരാണെങ്കിൽ തിരുവാതിര നക്ഷത്രമാണെങ്കിൽ ഓം നമഃ ശിവായൊക്കെ ജപിക്കുന്നവരുണ്ടാവും. അവർ ഭഗവാനെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നാഗദൈവങ്ങളെ വിളിക്കാം, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കാം. ആയില്യം നാള് പ്രധാനമായിട്ട് സർപ്പങ്ങളാണ് അവരുടെ ദേവതകൾ. അപ്പോൾ ഓം നാഗരാജായ തേ നമ, ഓം നാഗദേവിയെ നമ എന്ന് ജപിക്കാം സാധാരണക്കാരന്. ഇത് ഒന്നുമല്ലാത്ത സാധാരണക്കാരനല്ലാത്ത ഉപാസകനായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കാം. ഓം നമോ നാഗേശ്വരായ സുരപാലായ ശോകനാശകായ മഹാബലായ അഷ്ടനാഗകുലശ്രേഷ്ഠായ വിശ്വാത്മനെ കദ്രുപുത്രായ, ആ ഒരു മന്ത്രമുണ്ട്. കദ്രുപുത്രായ നാഗനാഥായ തേ നമ. നാഗരാജാവിന്റെ നാഗയക്ഷിയമ്മയുടെ കദ്രുപുത്രായ നാഗനാഥായ തേ നമ. അത് ജപിക്കാം. അത് ജപിക്കുമ്പോൾ ആരുടെ പുത്രൻ ഇത് പറഞ്ഞാണ് നമ്മൾ പുകഴ്ത്തലെന്ന് പറയില്ലേ, അതുപോലെ ജപിക്കണമെന്നാണ്. ഇത് ശിവമന്ത്രം ജപിക്കാം. അവർക്ക് ഈ ഇതുണ്ട്. ഓം നമോ ഭഗവതേ പ്രളയകാലാഗ്നിരുദ്രായ ദക്ഷാതുരത്വം സഹായ മഹാശരഭായ മമ ശത്രുച്ഛേദം കുരു സ്വാഹ. എന്താണിത്?
തിരുവാതിര നക്ഷത്രത്തിന് ജപിക്കാം. ഇതൊന്നുമല്ലാത്ത നക്ഷത്രങ്ങൾക്കും ജപിക്കാം. അത് ശിവനെയും അച്ഛനല്ലേ നമ്മുടെ ഗ്രഹനിലയില് ആദിത്യൻ എല്ലാവരുടെയും അച്ഛനാണ് സൂര്യൻ. അപ്പോൾ ഓരോ ഉപാസന ചെയ്യേണ്ട മൂർത്തികൾ ഓരോ ദേവന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ ആരുടെയാണോ അതില് ഗ്രഹങ്ങൾ ദശാസന്ധി വരുന്നത്, ആ ദശാസന്ധിയിൽ ആരുടെയാണോ അപഹാരം വരുന്നത് അതുകൂടി ജപിക്കാം. ജ്യോതിഷന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ഉപാസനമൂർത്തി പലതും ഉണ്ടാകും. അത് കൂടാതെ നവഗ്രഹങ്ങളെ കംപ്ലീറ്റ് എന്നും ജപിച്ചതിന് ശേഷമേ ഇരിക്കാവൂ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു ശനിയുടെ ദോഷം ഉള്ളൊരു സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏത് മന്ത്രമായിരിക്കും മാഡം? ശനീശ്വരന്റെ മന്ത്രങ്ങൾ ജപിക്കാം. നിസ്സാര മന്ത്രങ്ങൾ എന്ന് തള്ളിക്കളയരുത്. നമ്മൾ ഒരു ഭക്തന് ജപിക്കാൻ പറ്റുന്നതാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഇത് സാധാരണക്കാരന് ജപിക്കാം. ഇത് കൂടാതെ ഓം രേമന്തായ നമ, ഓം സം ശനീശ്വരായ നമ ജപിക്കാം. ഇത് മാത്രം ജപിക്കാം. മന്ദനാണ് ഗ്രഹനിലയിൽ മന്ദൻ ശനി. അതാണ് ആ ഗ്രഹത്തിന്റെ പേര് തന്നെ ആ ശനി എന്നുള്ളതിന് മാ എന്നിട്ടിരിക്കുന്നത്. മന്ദൻ, അതായത് മന്ദം നടക്കുന്നവൻ. 19 വർഷമാണ്. അപ്പൊ ശനീശ്വരന്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ശനീശ്വരന്. നീലാഞ്ജന സമാഭാസം രവിപുത്രമ്യമാഗ്രജം ഛായാമാർത്താണ്ഡ സംബോധം തം നമാമി ശനീശ്വരം. ഇത് ജപിക്കാം. അതുപോലെ ഗായത്രി മന്ത്രം ഉണ്ടല്ലോ, ശനി ഗായത്രി ഉണ്ട്. അത് കൂടാതെ വേറൊരു മന്ത്രമുണ്ട്. ഓം കാകത്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദപ്രചോദയാത്. ഇത് ജപിക്കാം. കാക്കപ്പുറത്ത് വസിക്കുന്ന അതിനെ പുകഴ്ത്തി പറയാം. ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അറിയാൻ മേലാത്ത ഭക്തൻ ഓം ശനീശ്വരായ നമ ഒരു എള്ളുതിരി കത്തിക്കാം പോട്ട്. ഈ എള്ളുതിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എള്ളുതിരി എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തൻ ഈ എള്ളുതിരി കത്തിച്ച് വെച്ചിട്ട് മറഞ്ഞു പോകും, ചുറ്റി പ്രദക്ഷിണം വെക്കാൻ പോകും. എനിക്കിന്ന് ഭക്തന്മാരാരെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചോദിച്ചാൽ കയറി പറയാൻ നമ്മൾ നിൽക്കില്ല. ചോദിച്ചാൽ നമ്മൾ അതിന്റെ മറുപടി കൊടുക്കാറുണ്ട്. എള്ള് കത്തി പൊട്ടണം. അപ്പൊ ഭക്തൻ മുമ്പിൽ തൊഴുതു നിൽക്കണം. ഈ എള്ളിന്റെ മണം അയ്യപ്പൻ കണ്ണു തുറക്കണത് എള്ളിന്റെ മണം ആസ്വദിക്കുമ്പോഴാണ്. നന്നായിട്ട് ഈ എള്ളിന്റെ മണം ഇനി വരുമ്പോഴാണ് അയ്യപ്പൻ കണ്ണു തുറക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കണം. ഈ എള്ളുതിരി കത്തിച്ചു വെച്ചിട്ട് ഓടുന്നവരുണ്ട്. അങ്ങനെ പോകരുത് ഒരിക്കലും. എള്ളുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഭക്തൻ. അവന്റെ ദോഷം തീരുള്ളൂ. അവിടെ നിന്ന് ഓം രേമന്തായ നമ, ഓം സം ശനീശ്വരായ നമ, ഈ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. പിന്നെ ചില ക്ഷേത്രങ്ങളിലെ അഷ്ടോത്തരം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ജപിക്കണം. അഷ്ടോത്തരം ജപിക്കണം. നന്നായിട്ട് അഷ്ടോത്തരം ജപിക്കുക. ചെറിയ പുസ്തകം അഷ്ടോത്തരത്തിന്റെ കിട്ടും. ഈ ശനി ബാധിച്ചവരെ അഷ്ടോത്തരം ജപിക്കണം. ക്ഷേത്രത്തിന് അഷ്ടോത്തര അർച്ചന നടത്തണം. അർച്ചന നടത്താൻ പൈസ ഇല്ലാത്തവർ അഷ്ടോത്തര ബുക്ക് വെച്ച് ശരിക്കും ജപിക്കാം. അതുപോലെ ഒരു നാള്, ഏതെങ്കിലും ഒരു നാളിന് ഒരു വ്യാഴത്തിന്റെ അപഹാരമാണെങ്കിൽ അദ്ദേഹം ഏത് ദേവനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണനെ ജപിക്കാം, വിഷ്ണുവിനെ ജപിക്കാം. ഇവിടെ 2 ഗ്രഹനിലയിൽ 2 പ്രത്യേകതയുണ്ട്. ബുധൻ എന്ന് പറയുമ്പോൾ വിഷ്ണു വരും, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ വ്യാഴം ഗുരു വരും. അത് രണ്ടും ജപിക്കാം. വിഷ്ണുവിന്റെ അവതാരം തന്നെയാണല്ലോ കൃഷ്ണൻ. രണ്ടും ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ നാരായണായ ജപിക്കാം. സാധാരണക്കാരന് മൂലമന്ത്രമാണത്. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുദർശന മന്ത്രം ജപിക്കാം. സുദർശന മന്ത്രം നന്നായിട്ട് ജപിക്കാം. ഇതിൽ കൃഷ്ണന്റെ അഷ്ടോത്തര അർച്ചനയുണ്ട്, വിഷ്ണുവിന്റെ അഷ്ടോത്തര അർച്ചനയുണ്ട്. ചെറിയ പുസ്തകം 10-20 രൂപയും കണ്ടേ ആവുള്ളൂ. ചെറിയൊരു പുസ്തകം വാങ്ങിച്ചിട്ട് അതിൽ എല്ലാവരുടെയും അഷ്ടോത്തരം ഉണ്ട്. അത് വാങ്ങിച്ചു വെച്ച് ഗണപതി തൊട്ടിങ്ങോട്ട് ജപിക്കുക. ഓരോ ദിവസം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്ക്. വെള്ളിയാഴ്ച ഗണപതിയുടെ ജപിക്കുക, തിങ്കളാഴ്ച മഹാലക്ഷ്മിയുടെ ജപിക്കുക, ആദിത്യന്റെ ദിവസം ഞായറാഴ്ച ശിവന്റെ ജപിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിവസം വെച്ച് ജപിച്ചാൽ ഒരു ഗ്രഹങ്ങളും നമുക്ക് അനുകൂലം ആകാതെ പ്രതികൂലമായി വരില്ല. ഇപ്പോൾ നമ്മൾ അവരവരുടെ സമയം അല്ലെങ്കിൽ ആ ഒരു ഗ്രഹനിലയും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ ജനിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ നക്ഷത്രങ്ങളിലായിരിക്കുമല്ലോ അവർ ജനിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ദേവത
എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോരുത്തരുടെ ഒന്ന് പറയാമോ? അതാണ് ഓരോരുത്തരുടെയും നമുക്ക് പറയാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിന് ഗണപതിയെയാണ്, അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. രോഹിണി നക്ഷത്രത്തിന് കൃഷ്ണനെയാണെന്ന് ഞാൻ പറഞ്ഞു, കൃഷ്ണനാണ്. അതുപോലെ തിരുവോണം നക്ഷത്രത്തിന് മഹാവിഷ്ണുവാണ്. അങ്ങനെ ഓരോ ഇതിലും ഉണ്ട്. ആയില്യം നക്ഷത്രത്തിന് ഈ പറഞ്ഞ സർപ്പമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ആ ദേവതകളെ മാനിക്കുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യം കുടുംബത്തിലേക്കും അവനിലേക്കും വരും, നല്ല ഐശ്വര്യങ്ങൾ വരും. ആ ഉപാസനകളും ആ പ്രാർത്ഥനകളും ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇത് ദേവി ഉപാസനയുണ്ട്, ഇത് അവൻ്റെ കാര്യമാണ് നോക്കണത്. ഈ സമയത്ത് നമ്മൾ ഇത് ശനി പിടിച്ചു എന്ന് പറഞ്ഞ് ശനീശ്വര എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പരദൂഷണം പറയാൻ പോയിരിക്കരുത്. അങ്ങനെ പോകുന്നവരുമുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്ന കൂടുതലും നശിപ്പാത. ടൗണിലേക്കൊക്കെ പോകുമ്പോൾ നോക്കിക്കോ, അവരൊക്കെ സൂപ്പറായിട്ട് ജീവിക്കുക. കാരണം ഒരു വീട്ടിലെ കാര്യം സമയമില്ല, അവർക്ക് ജോലികളാണ്, അവർക്ക് ഇത് നോക്കിയിരിക്കാനോ അത് നോക്കിയിരിക്കാൻ നേരെയില്ല. അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം, വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് അവരുടെ ജോലികൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിളക്ക് ദീപം തെളിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാ, നേരം വെളുക്കുമ്പോഴേ കുളിക്കാത്ത ആൾക്കാരാണ്, ഇല്ലേ? പ്രാർത്ഥനകളില്ലാത്ത ആൾക്കാരാണ്. അപൂർവം ചിലർക്ക് 100-ൽ നോക്കിയാൽ 50% ആൾക്കാർ മാത്രമേ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന ചെയ്യുന്നവരുള്ളൂ. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന ചെയ്യണമെന്ന് നിഷ്കർഷതയായിട്ട് പറയുന്നില്ല, നമ്മുടെ വീട്ടിൽ ചെയ്യണ്ടേ, അതിന് പോലും സമയമില്ല. ഇപ്പോൾ വരുന്ന ക്ലയൻറ്റിനോട് ചോദിച്ചാൽ രാവിലെ ഒരു 20 മിനിറ്റ്, വൈകിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയുണ്ടോ? ഇല്ല. വിളക്ക് കത്തിക്കുന്നത് ഇഷ്ടമല്ല ആർക്ക്, ഒന്നെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടമില്ല. എന്തോ പറയണം ഇതിന്, നമുക്കവിടെ പരിഹാരം പറയാൻ പറ്റില്ല. ഞാൻ പറയണേ, നിങ്ങളൊരു 11 ദിവസം അടുപ്പിച്ച് നിങ്ങളെ നിലവിളക്ക് കൊളുത്തി വെച്ച് അവിടെ ഒരു ഭദ്രകാളിയുടെ അഷ്ടോത്തരോ അല്ലെങ്കിൽ ദേവിയുടെ ലളിതാ സഹസ്രനാമം, ഈ പറയുന്നത് ലളിതാ സഹസ്രനാമം മെയിനാണ് കേട്ടോ ഇതിൽ. ലളിതാ സഹസ്രനാമത്തിൽ ഓരോ വരികളും ഓം ദണ്ഡ നീതിസ്ഥായേ നമ എന്നൊരു 108 ജപിച്ചു നോക്കിയ കേസുകളിലൊക്കെ വിജയമാണ്. ഓം ദണ്ഡ നീതിസ്ഥായേ നമ. അതുപോലെ ഓരോ വരിക്കും പ്രത്യേകതയുണ്ട്, മനസ്സിലായോ? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെ എനിക്ക് ശനി പിടിച്ച് നിൽക്കുവാണ്, എനിക്കൊരു കേസുണ്ട്, അതിൽ നിന്ന് ജയിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, വഴിയുണ്ട്. ഓം വേണ്ട അതിന്. വാദേ വിവാദേ സംഗ്രഹേ ഭയേ ഘോരേ മഹാബലി സിംഹവ്യാഘ്രോപ്യ സൗരഭ്യേ സ്തോത്രപട ഭയം നഹി. അപ്പം ചോദിച്ചു, മാഡം ഉണ്ടാക്കിയ നമ്പർ ആണോ ഇതെന്ന്? ഈ മന്ത്രം മാഡം ഉണ്ടാക്കിയതാണോ, ഇതേത് പുസ്തകത്തിലാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക, നിങ്ങൾ കോടതി കയറുന്ന സമയത്ത് പ്രാർത്ഥിച്ചോളൂ. ഇതൊരു മന്ത്രമല്ല, അത് ഭയം മാറ്റാനാണ്. ആ ഭയത്തിൽ നിന്നാണ് കേസിൻ്റെ തോൽവിയും വിജയവും വരുന്നത്. നമ്മുടെ കൂടെ ഈശ്വരനുണ്ടെങ്കിൽ പിന്നെ ആര് വേണം? അങ്ങേ ഇതിലെ ആൾ വേണോ നമുക്ക്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ജോലി ചെയ്യുന്നവൻ്റെ കുടുംബം നോക്കുന്നു, അവൻ മറ്റൊരാൾ പറയണം കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടാണ് അവൻ്റെ കുടുംബം നടന്നു പോകുന്നത്. അതിനിടയ്ക്ക് കല്ല് കടിക്കാൻ ഒരാളെ കയറ്റേണ്ട ആവശ്യമില്ല. അവൻ നിഷ്കളങ്കനാണ്, അവൻ ചെയ്യുന്ന കാര്യം കൃത്യമാണ്, അവൻ്റെ പ്രാർത്ഥന കൃത്യമാണെങ്കിൽ ഒരിക്കലും അവന് മറ്റൊരാളെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ചെയ്യുന്ന അവൻ്റെ ജോലി.